never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always... യാദൃശ്ചികമായിട്ടുള്ള യാത്രകളാണ് കൂടുതൽ ആസ്വാദ്യകരവും അതിമനോഹരവുമായി മാറാറുള്ളതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയിലെ കുറച്ചധികം വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. 2023 മെയ് 23 യാസ് ഐലൻഡിലുള്ള സീ വേൾഡ് അബുദാബിയിലേക്ക് വരുന്നത്. 5 ഇൻഡോർ ലെവലുകളിലായി 1,83,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ മറൈൻ ലൈഫ് പാർക്കാണിത്. സമുദ്രജീവികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ അക്വാറിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാന കവാടം കടന്ന് അകത്തു ചെല്ലുമ്പോൾ ടിക്കറ്റ് ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കിനും ശേഷം എസ്കലേറ്റർ വഴി മുകളിലെത്തിയാൽ പാർക്കിലേക്കുള്ള എൻട്രിയാണ്. എൻട്രിയോട് ചേർന്ന് തന്നെയാണ് ലോക്കർ സംവിധാനമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അല്പം മുന്നോട്ട് നീങ്ങിയാൽ ചെന്നെത്തുന്നത് അതിരുകളില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന സമുദ്രത്തിൻ്റെ മാസ്മരിക ലോകത്തെ ഒരു 360 ഡിഗ്രി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അത്ഭുത കാഴ്ചയാണ് കാണാൻ സാധിക്കുക. പ്ലാങ്ടണുകൾ തൊട്ട് കൂറ്റൻ തിമിംഗലം വരെ മിന്നിമറയുന്ന കാഴ്ച. മഴവില്ലിൻ്റെ നിറങ്ങളിലുള്ള മത്സ്യങ്ങൾ ചിലത് അലസമായി ഒഴുകി നടക്കുന്നു, ചിലത് പവിഴപ്പുറ്റിൻ്റെ വിസ്തൃതിയിലേക്ക് ഊളിയിട്ടിറങ്ങുന്നു. വളഞ്ഞും പുളഞ്ഞും കടന്നു പോകുന്ന ഒരു കൂട്ടം തിളങ്ങുന്ന മത്സ്യങ്ങൾ, ആയിരക്കണക്കിന് പ്രകാശബിന്ദുക്കളാൽ തിളങ്ങുന്ന സമുദ്രം. യാഥാർത്ഥ്യവും ഫാൻറ്റസിയും ഇഴചേർന്ന സ്വപ്ന ലോകത്തിലേക്കാണ് നമ്മെ ചെന്നെത്തിക്കുന്നത്. വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും സാഹസികതയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സീ വേൾഡ് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. വൈവിധ്യമാർന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തി 8 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. ലോകത്തിലെ എല്ലാ കടലുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സമുദ്രജീവികളെയും ബന്ധിപ്പിക്കുന്ന ഒരു തീമാണ് വൺ ഓഷ്യൻ. സീ വേൾഡിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന ഒരിടമാണ് വൺ ഓഷ്യൻ. From Arctic waters to the Antarctic coast, and almost everywhere in between, this species lives throughout our one ocean.
സ്ഫടികം പോലെ തെളിഞ്ഞ തടാകവും തടാകത്തിനു ചുറ്റോടു ചുറ്റുമായി ധാരാളം ചെടികളും പക്ഷികളും, പാറകൾക്കും വെള്ളത്തിനുമിടയിലായി കരീബിയൻ ഫ്ലെമിംഗോകളും. നീളമുള്ള കഴുത്തും ചെറിയ തലകളുമുള്ള വലിയ ശരീരമുള്ള പക്ഷികളാണ് ഈ ഫ്ലെമിംഗോകൾ. തിളക്കമുള്ള പിങ്ക് അല്ലെങ്കിൽ കടും ചുവപ്പ് നിറത്തിലുള്ള തൂവലുകളും കാലുകളും കൊക്കുകളുമാണ് ഇവർക്കുള്ളത്. ഫ്ലെമിംഗോകൾ ജനിക്കുന്നത് മനോഹരമായ പിങ്ക് തൂവലുകളോടെയല്ല. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന കരോട്ടിനോയിഡ് പിഗ്മെൻറ്റുകളിൽ നിന്നാണ് അവർക്ക് ഈ നിറം ലഭിക്കുന്നത്. 2 മുതൽ 3 കിലോഗ്രാം വരെ ഭാരമുണ്ടാക്കുന്ന ഫ്ലെമിംഗോകളുടെ ഭക്ഷണം ആൽഗകളും ക്രസ്റ്റേഷ്യനുകളും മൊളസ്കുകളുമാണ്. കാട്ടിലാണെങ്കിൽ 50 വർഷം വരെയാണ് ഇവരുടെ ജീവിത കാലയളവ്. ഡോൾഫിൻ ഷോയ്ക്ക് മുൻപായി വ്യത്യസ്തമായ വാദ്യോപകരണങ്ങൾ കൊണ്ട് കാണികളെ ഹരം കൊള്ളിക്കുന്ന കലാകാരന്മാർ. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടെയുള്ള അനൗൺസ്മെൻറ്റുകൾക്കനുസരിച്ച് കടന്നുവരുന്ന ഡോൾഫിനുകൾ, ചാരനിറത്തിലുള്ള വാല് ചലിപ്പിച്ചുകൊണ്ട് അവയുടെ മിനുസമാർന്ന ശരീരത്തെ അനായാസമായി മുന്നോട്ട് നയിച്ച് ആജ്ഞാനുസരണം വെള്ളത്തിന് മുകളിലേക്ക് പറന്നുയരുന്നത് കാണാം. ഏകദേശം 20 മിനിറ്റോളമാണ് ഈ ഡോൾഫിൻ ഷോയുള്ളത്. These new connections are then added to the tapestry of knowledge within our communities, our ocean, and our world. നിരവധി സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ആവാസവ്യവസ്ഥയൊരുക്കുന്ന ജൈവ വൈവിധ്യത്തിനു പേരുകേട്ട മഴക്കാടുകളാണ് ട്രോപ്പിക്കൽ മേഖലയുടെ അടുത്ത പ്രത്യേകത. പക്ഷികളും പ്രാണികളും വിവിധയിനം ചെടികളും മരങ്ങളുമായി സമ്പുഷ്ടമാണ് ഈ പ്രദേശം. സീ വേൾഡ് അബുദാബിയുടെ സൈറ്റുകൾ സന്ദർശിച്ചാൽ വ്യത്യസ്ത പ്രായക്കാർക്കുള്ള വാർഷിക പാസും വിവിധ ടിക്കറ്റ് ഓപ്ഷനുകളും വിശേഷ അവസരങ്ങളിൽ ലഭ്യമാകുന്ന ഓഫറുകളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നതാണ്. രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് സന്ദർശന സമയം. 5 മുതൽ 6 മണിക്കൂർ കൊണ്ട് മാത്രമേ മുഴുവൻ മേഖലകളും റൈഡുകളും പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. സീ വേൾഡ് അബുദാബിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ലൈവ് ഷോകളുടെയും റൈഡുകളുടെയും ഷെഡ്യൂളുകൾ ലഭ്യമാണ്. പരിസ്ഥിതി വിദ്യാഭ്യാസത്തിനും സമുദ്രജീവികളുടെ സംരക്ഷണത്തിനും രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും ശക്തമായ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന റിസർച്ച് ആൻഡ് റെസ്ക്യൂ സെന്റർ പാർക്കിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്നാണ്. എക്സ്ക്ലൂസീവ് സീ വേൾഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്നതിനൊപ്പം 17ഓളം ഡൈനിങ് ഓപ്ഷനുകളും ധാരാളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുമായി സന്ദർശകർക്ക് വൈവിധ്യമാർന്ന ഡൈനിങ് ഷോപ്പിംഗ് അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകർക്ക് സ്റ്റാർ ഫിഷിനെയും റേ ഫിഷിനെയും സ്പർശിക്കാനും ഭക്ഷണം നൽകാനും കഴിയുന്നൊരിടമാണ് ടച്ച് പൂൾ. ആർട്ടിക് അന്റാർട്ടിക് എന്നീ 2 ഭാഗങ്ങളിലൂടെയാണ് പോളാർ ഓഷ്യൻ കാണിക്കുന്നത്. തണുത്തുറഞ്ഞ മഞ്ഞിൽ വസിക്കുന്ന കൂറ്റൻ വാൾറസുകളുടെയും
പഫിനുകളുടെയും ഓട്ടറുകളുടെയും പരിസ്ഥിതിയെക്കുറിച്ചും ആവാസവ്യവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നൊരിടമാണ് ആർട്ടിക് മേഖല. പോളാർ ഓഷ്യനിലെ രണ്ടാമത്തെ ഇടമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയെക്കുറിച്ച് പറയുമ്പോൾ ശക്തമായ കാറ്റും പർവ്വതങ്ങളും മഞ്ഞുമൂടിയതും ഗൃഹത്തിലെ തന്നെ ഏറ്റവും കഠിനമായ തണുപ്പും അനുഭവപ്പെടുന്നിടം. പെൻഗ്വിനുകൾ ഉൾപ്പെടെ ധാരാളം ജീവികളുടെ ആവാസ കേന്ദ്രമാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ രണ്ടാമത്തെ വലിയ പെൻഗ്വിൻ ഇനമായ കിങ് പെൻഗ്വിനാണ് ഇവിടെയുള്ളത്. നല്ല നീന്തൽക്കാരായ പറക്കാൻ പറ്റാത്ത പക്ഷികളാണ് ഈ പെൻഗ്വിനുകൾ. പൊതുവെ ക്രില്ല്, കണവ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവർ ഭക്ഷിക്കുന്നത്. എന്നാൽ ഇനങ്ങൾ വ്യത്യസ്തപ്പെടുമ്പോൾ ഭക്ഷണ മുൻഗണനകൾ മാറുന്നതായി കണ്ടുവരുന്നു. പാറകളിൽ കിടന്നോ നിന്നോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ പോലും ഉറങ്ങാൻ കഴിയുന്നവരാണിവർ. കടലിലും കരയിലും ജീവിക്കുന്ന മൃഗങ്ങൾ എന്ന നിലയിൽ പെൻഗ്വിനുകൾ രണ്ടു ആവാസ വ്യവസ്ഥകളെയും പിന്തുണയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി കണ്ടുവരുന്നു. അറേബ്യൻ ഗൾഫിൻ്റെ അതുല്യമായ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖലയാണ് അബുദാബി ഓഷ്യൻ. ബഡായിൻ കുടുംബങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തിലേക്കുള്ള നേർക്കാഴ്ചയാണ് വിനോദങ്ങളും കഥകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എ പേൾ ഡൈവേഴ്സ് ലൈഫും ദ ഫിഷർമാൻ ആൻഡ് ദ മെർമെയ്ഡ്സ് തുടങ്ങിയ ലൈവ് ഷോകളും. കൂടാതെ സൂക്കൽ സീഫിൻ്റെ ഷോപ്പിംഗ് ചെയ്യാനുള്ള അവസരവും അബുദാബി ഓഷ്യൻ നൽകുന്നു. പാറക്കെട്ടുകളുള്ള തീരപ്രദേശങ്ങളും അവയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രദർശിപ്പിക്കുന്ന ഒരിടമാണ് റോക്കി പോയിന്റ്. ഇവിടെ നിങ്ങളെ വരവേൽക്കുന്നത് പരസ്പരം ബഹളം വെച്ച് വെള്ളത്തിലേക്ക് ചാടിമറിഞ്ഞ് ഇടയ്ക്കൊക്കെ പാറകളിൽ വിശ്രമിച്ചിരിക്കുന്ന കടൽ സിംഹങ്ങളും സീലുകളുമാണ്. സീ ലയൺ അഥവാ ഒരു കടൽ സിംഹത്തിന്റെ ശരാശരി ആയുസ് ഏകദേശം 20 വർഷമാണ്. ജലോപരിതലത്തിന് മുകളിലും താഴെയുമായി കാണാനും കേൾക്കാനും കഴിയുമെങ്കിലും മികച്ച കേൾവി ലഭിക്കുന്നത് വെള്ളത്തിനടിയിലാണ്. സ്വന്തം ശരീര താപനില നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് ഈ സീ ലയണുകൾ. 8 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ കഴിയുന്ന ഇവർ കണവ, മത്തി, നീരാളി, ആങ്കോവി തുടങ്ങി വിവിധ ഇനം മത്സ്യങ്ങളെയാണ് ഭക്ഷിക്കുന്നത്. അഡ്വാൻസ്ഡ് ആനിമൽ ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പ്രകാശചക്രങ്ങളും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ജീവികളുടെ സ്വാഭാവിക പരിതസ്ഥിതിയും ജലപ്രവാഹങ്ങളും തിരമാലകളുടെ ചലനങ്ങളുമെല്ലാം പുനഃസൃഷ്ടിച്ചിരിക്കുന്നു റോക്കി പോയിന്റിൽ. കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള വളവുകളും തിരിവുകളുമായി അതിവേഗ റോളർ കോസ്റ്ററുകളും വിവിധ ഇനം ഗെയിമുകളും ലൈവ് എൻ്റർടൈൻമെൻറ്റ് ഷോകളും ഡൈനിങ്ങും ഷോപ്പിങ്ങും ഒക്കെയാണ് മൈക്രോ ഓഷ്യനിൽ ഉള്ളത്. അറുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ തീരങ്ങളിൽ നിന്നു ലഭിച്ച കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച മേഖലയാണിത്. കുട്ടികൾക്ക് കളിക്കാനായി സ്ലൈഡുകളും ജെറ്റുകളും തുടങ്ങി ധാരാളം അവസരങ്ങളുണ്ടിവിടെ. മാൻഡാകോസ്റ്റർ പോലുള്ള റൈഡുകൾക്ക് ശാരീരിക പരിമിതികൾ അല്ലെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ അവസ്ഥകൾ പരിഗണിച്ചു വേണം റൈഡുകൾ തിരഞ്ഞെടുക്കാൻ. സുരക്ഷാ കാരണങ്ങളാൽ ചില റൈഡുകൾക്ക് പ്രായ നിയന്ത്രണങ്ങളും ഉയര നിയന്ത്രണങ്ങളും ഉണ്ട്.
സന്ദർശനത്തിനായി പ്രവൃത്തി ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. സന്ദർശകരുടെ സൗകര്യാർത്ഥം വിശാലമായ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. പാർക്ക് സന്ദർശിക്കുന്നവർക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ അനുവദനീയമല്ല. ഏകദേശം 1200 മീറ്റർ നീളമുള്ള ട്രാക്കിലൂടെ 80 km/h സ്പീഡിൽ 111 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കുന്ന റൈഡാണ് മാൻഡ കോസ്റ്റർ. യാത്രക്കാർക്ക് പരമാവധി സ്വാതന്ത്ര്യവും സൗകര്യവും ഉയർന്ന സുരക്ഷയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അത്യാധുനികമായ ഷോൾഡർ ലാപ്പുകളാണ് സീറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. വലുതും പരന്നതും വിചിത്രമായ ആകൃതിയിലുള്ളതുമായ മാൻഡ മത്സ്യങ്ങൾ കടൽ വെള്ളത്തിലൂടെ പറക്കുന്നതിനോട് സാമ്യമുള്ള രീതിയിലാണ് ഈ റോളർ കോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ട്രാക്കിലൂടെ നീങ്ങുമ്പോൾ ആവേശഭരിതമായ നിലവിളികളും പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന സുഹൃത്തുക്കളുടെ സന്തോഷകരമായ ആർപ്പുവിളികളും കേൾക്കാം.